സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. സംസ്ഥാനത്തും ദേശീയ തലത്തിലും ഏറെ പ്രാധാന്യമുള്ള ജില്ലയാണ് വയനാട്. രാഹുൽ ഗാന്ധി വയനാട് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചത് മുതൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ച കേരളത്തിലെ ജില്ല കൂടിയാണ് വയനാട്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിച്ചതും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയം കൈവരിച്ചതും ഈ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ്. പിന്നീട് പ്രിയങ്ക ഗാന്ധിയും വയനാട് മത്സരിക്കുകയും ജയം നേടുകയും ചെയ്തു. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ എന്നീ 3 നിയമസഭാ മണ്ഡലങ്ങളാണ് വയനാട് ജില്ലയ്ക്കുള്ളത്. ഈ മണ്ഡലങ്ങളിൽ നിന്ന് 2 കോൺഗ്രസ് പ്രതിനിധികളാണ് നിയമസഭയിലുള്ളത്. മാനന്തവാടിയിൽ നിന്ന് മാത്രമാണ് CPM പ്രതിനിധിയുള്ളത്. വയനാട് എന്നും വലതുപക്ഷ നിലപാട് കൈക്കൊള്ളുന്ന ജില്ലയാണ്. നിരവധി ക്രിസ്ത്യൻ കുടിയേറ്റക്കാരാണ് ജില്ലയിലുള്ളത്. അതിനാൽ തന്നെ രാഷ്ട്രീയ ചിന്താഗതിയും വലതിനോട് ചേർന്ന് നിൽക്കുകയാണ്. LDFന് സ്വാധീനമുണ്ടെങ്കിലും കോൺഗ്രസ് ആധിപത്യം ജില്ലയിൽ പ്രകടമാണ്. T സിദ്ദിഖിനെ പോലുള്ള നേതാക്കളുടെ നിരന്തര ഇടപെടലുകൾ ജില്ലയിൽ പ്രകടമാണ്. വയനാട് ദുരന്തമുണ്ടായപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സജീവ ഇടപെടൽ ജില്ലയെ ഒരു പരിധിവരെ സഹായിച്ചു. സർക്കാർ സഹായങ്ങൾ നേടിക്കൊടുക്കാൻ നേതാക്കൾ നടത്തിയ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. പല നേതാക്കളും വയനാട്ടിൽ തമ്പടിച്ചാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. LDFും കോൺഗ്രസും ഒരുമിച്ച് രക്ഷാപ്രവർത്തനത്തിന് പങ്കാളിയായെന്ന് തന്നെ പറയേണ്ടി വരും. ഇനി വരുന്ന ജനാധിപത്യ വിധിയെഴുത്തിൽ ജനങ്ങൾ വലതുപക്ഷത്തെ ചേർത്ത് പിടിക്കുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.